ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാവുന്ന സെക്ഷൻ 70 ഗ്യാങ് റേപ്പ്, അനദർ ഇമ്പോർട്ടന്റ് ഏരിയ. ഇതിൽ പറയുന്നുണ്ട്, എന്താണ് ഈ സെക്ഷനിൽ പറയുന്നത്? ഗ്യാങ് റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്യാങ്, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Where a woman is raped by one or more persons constituting a group or acting in furtherance of a common intention. There is a common intention. Each of those persons shall be deemed to have committed the offense of rape and shall be punished with rigorous imprisonment for a term which shall not be less than 20 years, but which may extend to imprisonment for life, which shall mean imprisonment for the remainder of that person's natural life, provided that such fine shall be just and reasonable to meet the medical expenses and rehabilitation of the victim, and provided further that any fine imposed under this subsection shall be paid to the victim. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ. Where a woman is raped by one or more, ഒരാളായാൽ എങ്ങനെയാണ് ഗ്യാങ് റേപ്പ് ആവുന്നത്? നമ്മളിവിടെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെ കാര്യമാണ് പറയുന്നത്. വുമൺ ഈസ് റേപ്പ് ബൈ വൺ ഓർ മോർ പേഴ്സൺസ്, അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ റേപ്പ് ഈസ് കമ്മിറ്റഡ് ബൈ എ പർട്ടിക്കുലർ പേഴ്സൺ, ഒരു സിംഗിൾ പേഴ്സൺ ആണ് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത്. ബട്ട് സോ മെനി പേഴ്സൺസ് ആർ അസിസ്റ്റിംഗ് ഹിം, ഒരുപാട് പേഴ്സൺസ് ആ ഒരു പർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു അക്യൂസിനെ അസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അസിസ്റ്റ് ചെയ്താൽ എന്താണ്? എവ്രി പേഴ്സൺ ഇൻ ദാറ്റ് പാർട്ടിക്കുലർ ഗ്യാങ് ഈസ് ഡീംഡ് ടു ഹാവ് കമ്മിറ്റഡ് ദാറ്റ് പാർട്ടിക്കുലർ ഓഫൻസ്. ആ ഒഫൻസ് ഓഫ് റേപ്പ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഒഫൻസ് ഇതുപോലെ അസിസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഡീംഡ് ടു ഹാവ് കമ്മിറ്റഡ്, അവരെല്ലാവരും കമ്മിറ്റ് ചെയ്ത പോലെയാണ് നിയമത്തിന്റെ കണ്ണിൽ നിയമം കാണുന്നത്. അതാണ് ഇവിടെ സെക്ഷൻ 70 വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ കാണിച്ചിരിക്കുന്നത്. ലെജിസ്ലേച്ചർ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ വൺ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാത്രമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡീം ടു ഹാവ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് റേപ്പ്, കോമൺ ഇന്റൻഷൻ പറയുന്നുണ്ട്. പിന്നെ ഗ്യാങ് റേപ്പില് വെദർ എ വുമൺ ബി ചാർജ് ഫോർ ഗ്യാങ് റേപ്പ് ഓർ വെദർ എ വുമൺ ബി പണിഷ് ഫോർ ഗ്യാങ് റേപ്പ് പറ്റും. നമ്മൾ റേപ്പ് എന്നുള്ള ഒഫൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? റേപ്പ് എന്നുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴായിട്ടാണ് നമ്മൾ പറയുന്നത്? അതിന്റെ പെർപെട്രേറ്റർ എപ്പോഴും നമ്മൾ ആരായിട്ടാണ് കാണുന്നത്? ഒരു മാൻ ആണ് റേപ്പിന്റെ പെർപെട്രേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഗ്യാങ് റേപ്പില് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഫിസിക്കൽ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? മാൻ ആയിരിക്കും. പക്ഷെ അതിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരു വുമണും അതിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഷീ വിൽ ഓൾസോ ബി ലയബിൾ ടു ദ ഒഫൻസ് ഓഫ് റേപ്പ്. ഗ്യാങ് റേപ്പിൽ ഒരു വുമൺ ഇൻവോൾവ് ആണെങ്കിൽ ആ വുമണും ഈക്വൽ ആയിട്ടുള്ള ഷീ ഈസ് ഓൾസോ ഡീം ടു ഹാവ്, ഇവിടെ പറയുന്നുണ്ട് ഷീ ഡീം ടു ഹാവ് കമ്മിറ്റഡ് ദാറ്റ് പർട്ടിക്കുലർ ഒഫൻസ് ഓഫ് റേപ്പ്. ഓക്കെ, സോ ഇതാണ് ഗ്യാങ് റേപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒറ്റ പേഴ്സൺ ആയിട്ട് എങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്യാം എന്നുള്ളത് ഒരു ഡൗട്ട് ചിലപ്പോൾ ഈ പറയുന്ന ബെയർ ആക്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതുപോലെ തന്നെ ഒരു വുമണും ഗ്യാങ് റേപ്പില് ഒരു വുമൺ അസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷീ വിൽ ഓൾസോ ബി ലയബിൾ ടു പണിഷ്. ഒഫൻസ് കമ്മിറ്റ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. സെക്ഷൻ 70 അതാണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 70 IPC ഉണ്ടായിരുന്നത് രണ്ട് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സെക്ഷൻ 70 സബ്ക്ലോസ് 2 18 ഇയേഴ്സിൽ താഴെയുള്ളതാണ് പറയുന്നത്. അവിടെ 18 ഇയേഴ്സിലും 16 ഇയേഴ്സിലും താഴെയായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ക്ലാസിഫിക്കേഷൻ എടുത്ത് കളഞ്ഞു. ഇപ്പൊ ആകെ ഒറ്റൊരു ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. വേറെ വുമൺ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് റേപ്പ്. സെയിം ഗ്യാങ് റേപ്പ് തന്നെ അത് കമ്മിറ്റ് ചെയ്യുന്ന ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഈ പറയുന്ന ഗ്യാങ് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ deemed to have committed the offense of rape and shall be punished with imprisonment for life, which shall mean imprisonment for the remainder of that person's natural life, and with fine or with death. So death penalty will be there for gang rape if the particular victim is under 18 years of age. ഫൈൻ്റെ കാര്യം ബാക്കി എല്ലാ സെക്ഷൻസിലും പറഞ്ഞ പോലെ it should be just and reasonable to meet the medical expenses and rehabilitation of the victim. And also provided that any fine imposed under this section shall be paid to the victim. അത്രേ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇതാണ് മെയിൻ ആയിട്ട് ഗ്യാങ് റേപ്പിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ 70.
ഇനി നമ്മൾക്ക് ഈ പറയുന്ന സെക്ഷൽ ഒഫൻസ് ചാപ്റ്റർ 4 ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡിലെ സെക്ഷൽ ഒഫൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 2-3 സെക്ഷനും കൂടിയേ ഉള്ളൂ. കമ്മിങ് ടു പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. എന്താ ഇവിടെ പറയുന്നത്? റിപ്പീറ്റ് ഒഫൻഡേഴ്സ്, റിപ്പീറ്റ് ആയിട്ട് ഒരാൾ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നു, ഒരു അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഹിസ്റ്ററി ഉള്ളതാണ്, റിപ്പീറ്റ് ഒഫൻഡർ ആണ്. Whoever has been previously convicted of an offense punishable under section 64 or section 65, section 66 or section 70. 4 സെക്ഷൻസും പറയുന്നുണ്ട്. And is subsequently convicted of an offense punishable under any of these sections. Any of these sections shall be punished with imprisonment for life. That imprisonment which include remainder of that person natural life or with death. Death penalty will also be there. Okay, repeated offender ആണെന്നുണ്ടെങ്കിൽ death penalty can also be there. And that may vary upon the circumstance of the case. That's another thing. So these are all about the punishment for repeat offenders. Okay. So in this section 72, disclosure of identity of victim of certain offenses, etc. So ഇവിടെ ഉദ്ദേശിക്കുന്നത് whoever print, publish the name or any matter which may make known the identity of that particular person. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിക്ടിമിന്റെ ഐഡന്റിറ്റി, അത് എഗെയിൻസ്റ്റ് ആൻ ഓഫൻസ് അണ്ടർ സെക്ഷൻ 64, സെക്ഷൻ 65, സെക്ഷൻ 66, സെക്ഷൻ 67, 68, 69, 70 or 71. നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് സെക്ഷനിലുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരു വിക്ടിം ആയിക്കോട്ടെ, ആ വിക്ടിമിന്റെ ഐഡന്റിറ്റി പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ is found to be have committed hereafter in this section referred to as the victim. Victim ആയിട്ടാണ് പറയുന്നത്. shall be punished with imprisonment of either description for a term which may extend to 2 years and shall also be liable to fine. 2 വർഷം വരെ ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന, തടവ് കിട്ടാവുന്ന ശിക്ഷയും and shall also be liable to fine. അതാണ് ഇവിടെ പറയുന്നത്. ഒരു subsection 2 പറയും, subclause 2 പറയും, nothing in subsection 1 extend to any printing or publication of the name or any matter which may make known the identity of the victim if such printing or publication is by or under the order in writing of the officer in charge of the police station. Like FIR എന്ന ടൈമിലോ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എഴുതുന്ന ടൈമിലോ, അല്ലെങ്കിൽ ബൈ ഓർ വിത്ത് ഓതറൈസേഷൻ ഇൻ റൈറ്റിംഗ് ഓഫ് ദി വിക്ടിം. ഓതറൈസേഷൻ, വിക്ടിമിന്റെ ഓതറൈസേഷൻ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ വേർ ദ വിക്ടിം ഇസ് ഡെഡ് ഓർ എ ചൈൽഡ്, വിക്ടിം ഡെഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ വിക്ടിം അൺസൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നെക്സ്റ്റ് കിൻ ഓഫ് ദി വിക്ടിം. നെക്സ്റ്റ് കിൻ മീൻസ് എന്താണ്? നെക്സ്റ്റ് കിൻ ഓഫ് ദി വിക്ടിം. Whoever have the interest of that particular person, like guardian, provided that no such authorization shall be given by the next of kin to anybody other than the chairman of the secretary by whatever name called of any recognized welfare institution or organization. So ഇവിടെ നമ്മൾ എന്താണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്? ഈ പറയുന്ന ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ആ ഐഡന്റിറ്റി ഏത് സമയത്താണ് ആ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത്? ആ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഒരു 1 സെക്കൻഡ്. ഓക്കെ, ആ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ വഴി, പോലീസ് ഓഫീസർ എഴുതുന്ന ഒരു പർപ്പസ് വഴി, ലൈക്ക് എന്തെങ്കിലും FIR അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സ് പ്രിപ്പറേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിക്ടിമിന്റെ ഓതറൈസേഷൻ ഉള്ള കേസസിൽ വിക്ടിം ഒരു ചൈൽഡ് ആണ്, അല്ലെങ്കിൽ വിക്ടിം ഡെഡ് ആണ്, വിക്ടിം അൺസൗണ്ട് മൈൻഡ് ആണ്, അങ്ങനെയുള്ള കേസിൽ ഗാർഡിയനിലെ സ്കിൻ അത് എഴുതാവുന്നതാണ്. പക്ഷെ അങ്ങനെ എഴുതി അത് കൊടുക്കുന്നത് ചെയർമാൻ ആയിട്ട്, ചെയർമാൻ ഓർ ദ സെക്രട്ടറി ബൈ വാട്ട് എവർ നെയിം കോൾഡ് ഓഫ് എനി റെക്കഗ്നൈസ്ഡ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ. അല്ലാണ്ട് ആർക്കെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റില്ല. സോ സെക്ഷൻ 72 ഒരു എക്സ്പ്ലനേഷനും കൂടി പറയുന്നുണ്ട്. എന്താണ് ഈ റെക്കഗ്നൈസ്ഡ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത്? Means a social welfare institution or organization recognized in this behalf by the central government or the state government. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അണ്ടറിൽ ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനെയാണ് ഇവിടെ എന്ത് റെക്കഗ്നൈസ്ഡ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ 72. Then coming to section 73. Section 73 കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൽ ഒഫൻസസ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ കഴിയും. Then coming to criminal force and assault, offenses against child, അതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻസിൽ ഡീൽ ചെയ്യാം. സെക്ഷൻ 73 കൂടി കഴിഞ്ഞാൽ ഈ സെക്ഷൻ നമുക്ക് നിർത്താവുന്നതാണ്. സോ സെക്ഷൻ 73 എന്താണ് പറയുന്നത്?
printing or publishing any matter relating to court proceeding without permission. Permission illade whoever print or publishes any matter in relation to any proceeding before a court with respect to an offence referred to in section 72 without the previous permission of such court shall be punished with imprisonment of either description for a term which may extend to 2 years and shall also be liable to fine. കോർട്ട് പ്രൊസീഡിങ്സ് വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ പബ്ലിഷ് ചെയ്യുകയോ പ്രിന്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയും 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒപ്പം ഫൈനും കൂടി അടയ്ക്കാവുന്ന രീതിയിലുള്ള ഒഫൻസ് ആണ് എന്നാണ് പറയുന്നത്. അതിൽ എക്സ്പ്ലനേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ പ്രിന്റിംഗ് ഓർ പബ്ലിക്കേഷൻ ഓഫ് ദി ജഡ്ജ്മെന്റ് ഓർ എനി ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ഡസ് നോട്ട് എമൗണ്ട് ടു ആൻ ഒഫൻസ് വിത്തിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. ഹൈക്കോർട്ടിലെയും സുപ്രീം കോർട്ടിലും ഒക്കെ നമ്മൾ ജഡ്ജ്മെന്റ് പ്രിന്റ് ചെയ്യുന്നത് ഈ ഒരു ആംബിറ്റിൽ വരില്ല എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ സെക്ഷൽ ഒഫൻസസ് ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 64 തൊട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സെക്ഷൻ 64 പണിഷ്മെന്റ് ഫോർ റേപ്പ് ആണ്. അത് മിനിമം 10 yearsഉം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ആൻഡ് ഓൾസോ ബി ലയബിൾ ടു ഫൈൻ ആണ്. അതുപോലെ സെക്ഷൻ 64 സബ് ക്ലോസ് 2 കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ ഡീൽ ചെയ്തിരുന്നു. അതായത് അഗ്രിവേറ്റഡ് റേപ്പ് നമ്മൾ എന്താണ് ഡീൽ ചെയ്തു, സ്പെഷ്യൽ അക്യൂസ്, സ്പെഷ്യൽ വുമൺ, അതുപോലെ സ്പെഷ്യൽ കേസസിലുള്ള കേസസ് ആണ് നമ്മൾ ഡീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്ഷൻ 65 ഡീൽ ചെയ്തു. സെക്ഷൻ 65 പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ സർട്ടൺ കേസസ് ആണ്. ലൈക്ക് അണ്ടർ 16 ആണെങ്കിൽ, അണ്ടർ 12 ആണെങ്കിലുള്ള പണിഷ്മെന്റ് എന്താണ്, അതുപോലെ പണിഷ്മെന്റ് കോസിങ് ദ ഡെത്ത് ഓർ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് ദി വിക്ടിം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ 3 സെക്ഷൻ 67, 68 ആൻഡ് 69 എന്തുകൊണ്ട് റേപ്പ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാതെ സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടു. സെക്ഷൻ 67 ഹസ്ബൻഡ് ഡ്യൂറിങ് സെപ്പറേഷൻ റേപ്പ് കമ്മിറ്റ് സെക്ഷൽ ഒഫൻസ് കമ്മിറ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് വൈഫായിട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് മിസ്യൂസ് ചെയ്തുകൊണ്ട് ഒരാളെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസീറ്റ്ഫുൾ മീൻസ് ഒരാളെ ചതിച്ച് ഫേക്ക് പ്രോമിസസ് ഉണ്ടാക്കി സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ഗ്യാങ് റേപ്പിലെ 2 ഡിഫറെന്റ് സർക്കംസ്റ്റൻസ് നമ്മൾ കണ്ടു. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി, വിക്ടിമിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യം, നമ്മളത് കോർട്ട് പ്രൊസീഡ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയുമാണ് സെക്ഷൻ 63 ടു സെക്ഷൻ 73. അതായത് പാർട്ട് 5 ഒഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡില് ഓഫ് സെക്ഷൽ ഒഫൻസസ് വരുന്നത് സെക്ഷൻ 63 തൊട്ട് സെക്ഷൻ 73 വരെയുള്ള സെക്ഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന മറ്റൊരു ക്രിമിനൽ അസോൾട്ട്, അങ്ങനെ മറ്റൊരു ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയി. എന്താണ് ഈ റേപ്പിലെ ചാപ്റ്റർ 5 BNS ചാപ്റ്റർ 5 സെക്ഷൻ 63 തൊട്ട് സെക്ഷൻ 73 വരെയുള്ള മുഴുവൻ സെക്ഷൻസും അതിൽ എന്താണ് ബേറാറ്റിൽ പറഞ്ഞിരിക്കുന്ന അതിൽ ഓരോ വേർഡിങ്സും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് അടുത്ത സെക്ഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.